ഇത് ലോകായുക്തയെ ബന്ധപ്പെട്ടൊരു കേസ് നിൽക്കുന്നുണ്ട്. ആ കേസിന്റെ വ്യവഹാരങ്ങൾ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് കോവിഡ് കാലം കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് എല്ലായിടത്തും സമാനമായ പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വല്ലാത്തൊരു വേവലാതി കാലമായിരുന്നു ടി.പി. ജയന്തനത്. ആ വേവലാതി കാലത്തുണ്ടായ ആ ഹറിബറിയിലുണ്ടായി ഇനി എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ പാകപ്പിഴ മാത്രമാണെന്നും ഇത് എന്താണ് ഇത് പ്ലാൻ ചെയ്ത ഒരു കാട്ടുകൊള്ളയല്ല എന്ന വാദത്തിന്റെ മറുപടി എന്താണ് ടി.പി. ജയന്തൻ? ഹാഷ്മി സൂചിപ്പിച്ച മാതിരിയിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിന്ന ഒരു മുഹൂർത്തത്തിൽ, തീരുമാനമെടുക്കുന്നതിന് എല്ലാവരും അറച്ചു നിന്ന ഒരു മുഹൂർത്തത്തിൽ, ആവശ്യത്തിന് മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായത്. പക്ഷെ ഹാഷ്മിയുടെ ചോദ്യം ഞാൻ ആദ്യഘട്ടത്തിൽ കൃത്യമായി ശ്രദ്ധിച്ചു ചിത്തരഞ്ജനോട്. എന്തായിരുന്നു? 555 രൂപയ്ക്ക് കിട്ടുന്ന കിറ്റ് 1500 ചില്ലാനം രൂപയ്ക്ക് ഏതാണ്ട് 300 ഇരട്ടി അല്ലെങ്കിൽ 300% വർധനവിൽ 3 ഇരട്ടി 300% വർധനവിൽ വാങ്ങുന്നതിനുള്ള കാര്യം ചോദിക്കുമ്പോൾ ഹാഷ്മി ഒറ്റ ക്യാപ്സൂളുമായിട്ടാണ് ചിത്തരഞ്ജൻ വന്നിരിക്കുന്നത്. 50,000 ആവശ്യപ്പെട്ട ഞങ്ങൾ 15,000 എടുത്തിട്ടുള്ളൂ, ഞങ്ങൾക്ക് 35,000 നിന്നും കിട്ടുന്നത് നഷ്ടപ്പെട്ടു. രണ്ടാമത് ഇതൊരു വലിയ കമ്പനിയുടെ ഭാഗമായിരുന്നു. ചിത്തരഞ്ജൻ മറച്ചു വെക്കും. താങ്കൾ പറഞ്ഞ ലോകായുക്തയുടെ കേസുമായി ബന്ധപ്പെട്ട് അവിടെ കേരളത്തിലെ KMCLന്റെ വെയർഹൗസിൽ സൂക്ഷിച്ചിരിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങളുടെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ചൊരു പ്രാഥമിക പരിശോധനയ്ക്ക് വേണ്ടി അംഗങ്ങൾ എത്തിയതിൻ്റെ തലേ ദിവസം, കൃത്യം പറഞ്ഞാൽ 2023 മെയ് മാസം 23-ാം തീയതി ഈ കേരളത്തിലെ മരുന്നുശാലയുടെ ഗോഡൌണിൽ തീപിടുത്തമുണ്ടാവുന്നു. എന്തുകൊണ്ടാണ് ചിത്തരഞ്ജൻ ഇങ്ങനെ കൃത്യം ഈ ദിവസം മാത്രം ഇതുണ്ടായത്? ഇനിയിപ്പോൾ പറഞ്ഞ മാതിരി യുദ്ധകാലടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടാണോ? നോക്കൂ, അന്ന് നമ്മൾ ഏറെ ചർച്ച ചെയ്ത കാര്യങ്ങൾക്കപ്പുറത്ത് ഹാഷ്മി ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നോക്കൂ, എത്ര അപായകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ പോകുന്നത്. കേരളത്തിൽ വിതരണം ചെയ്തത് കാലാവധി കഴിഞ്ഞ മരുന്നുകളായിരുന്നു. 2016 മുതൽ 22 വരെ 148 ആശുപത്രികളിൽ നിരോധിച്ച നിർത്തലാക്കിയ മരുന്നുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആയ ചില ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് 300% കൂടുതലാണ്. നോക്കൂ, ഈ വസ്തുത വരുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നിൽക്കണം. നോക്കൂ, ഇവിടെ ചിത്തരഞ്ജൻ പറഞ്ഞ മാതിരി ഒരു കമ്പനിയുമായിട്ടല്ല സർ നിങ്ങൾ കരാറുണ്ടാക്കിയത്. നോക്കൂ, 2021 ഓഗസ്റ്റ് വരെ KMSCL 224 കമ്പനികളുമായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ട്. 80% തട്ടിക്കൂട്ട് കമ്പനികളായിരുന്നു. CPM നേതാക്കന്മാർ, KMCL ഉദ്യോഗസ്ഥന്മാർ, അവരുടെ ബന്ധുക്കൾ, പച്ചക്കറി കടകൾ, ഇത്തരം മരുന്നുമായി ഒരു ബന്ധവുമില്ലാത്ത കടകൾ. ഞാൻ വ്യക്തമായി പറയാം എന്തുകൊണ്ടാണ് അത് ലോകായുക്തയുടെ മുമ്പിലേക്ക് ഒരു കേസെത്തിയത്. നോക്കൂ, ബ്രിട്ടനിൽ നിന്ന് 12.15 കോടി രൂപയുടെ മലേഷ്യൻ നിർമ്മിത ഗ്ലൗസ് ഇറക്കുമതി ചെയ്തത് കഴക്കൂട്ടത്തെ കമ്പനി. ആ കഴക്കൂട്ടത്തെ കമ്പനിയുടെ ആപ്പീസ് അന്വേഷിച്ച് പോയപ്പോൾ അങ്ങനെ ഒരു ആപ്പീസേ കഴക്കൂട്ടത്തില്ല. അവർക്ക് വെബ്സൈറ്റ് ഇല്ല. സർജിക്കൽ ഉപകരണത്തോടൊപ്പം പഴം പച്ചക്കറി വിതരണവുമായി ബന്ധപ്പെട്ട ചില ഏജൻസികളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയതായിട്ട് രേഖ. എറണാകുളം സ്ഥാപനത്തിൽ 10 ലക്ഷം രൂപയുടെ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ വാങ്ങിയ വകയിൽ ആ കമ്പനിയുടെ രേഖ പരിശോധിച്ച് വെബ് പരിശോധിച്ചപ്പോൾ അവർ ഇറക്കുമതി ചെയ്യുന്നത് ഗ്ലൗസ് മാത്രം. ഞാൻ നീട്ടിപ്പരത്തി ലിസ്റ്റ് പറയുന്നില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ പറഞ്ഞ 2023 മെയ് മാസം 23-ാം തീയതി കമ്പനിയുടെ വെയർഹൗസിംഗിലേക്ക് എത്തിയ ഉദ്യോഗസ്ഥന്മാർ കാണുന്നത് എല്ലാം കത്തിക്കരിഞ്ഞിരിക്കുന്നു. ഗുണമേന്മ പരിശോധിക്കാനുള്ള ഉപകരണങ്ങൾ കത്തിപ്പോയി, എണ്ണമെടുക്കാനുള്ള ഉപകരണങ്ങൾ കത്തിപ്പോയി. നോക്കൂ, കേരളത്തിൽ എത്തിയിരിക്കുന്ന നമ്പർ 1 കേരളത്തിൽ. എൻ്റെ മുമ്പിൽ മറ്റൊരു പാട്ട് കൂടി ഉണ്ട് ഹാഷ്മി. ചെമ്പടയ്ക്ക് കാവലാൾ ചെങ്കനൽ കനക്കൊരാൾ, അതിൻ്റെ 2ാമത്തെ ഘട്ടത്തിൽ. രോഗദുരിത കാലവും കാലവർഷക്കെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നിടാതെ സുരക്ഷിതത്വമേകിടാൻ വഴിവിളക്കായി മുന്നിൽ നിന്നും സമരധീര നായകൻ പിണറായി വിജയൻ സഖാവ് തന്നെ. നോക്കൂ, ഇപ്പൊ പുറത്തു വരുന്നത് എന്താണ്? ഇന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പുറത്തുവിട്ടിരിക്കുന്നത് ഈ രോഗദുരിത കാലവും പ്രളയ ദുരന്ത കാലവും ചിലർക്ക് സാധാരണക്കാരനെ കൊള്ളയടിക്കാനുള്ള, അതിൻ്റെ മറവിൽ ഖജനാവ് കീശയിലാക്കാനുള്ളതായിരുന്നു എന്ന അന്നത്തെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പുച്ഛിച്ചു തള്ളിയവർക്ക്
കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു കാലഘട്ടത്തിൽ നാം അലങ്കരിച്ചിരുന്നു ഹാഷ്മി, കേരളം ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് യൂറോപ്പിനോട് കിടപിടിക്കുന്നതാണ് എന്ന്. എങ്കിൽ ഇന്ന് പറയുന്നു ഡോക്ടർമാർ നിശ്ചയിക്കുന്ന കാര്യത്തിൽ, ഡോക്ടർ പോപ്പുലേഷൻ റേഷ്യോയുടെ കാര്യത്തിൽ, നേഴ്സ് ബെഡ് റേഷ്യോയുടെ കാര്യത്തിൽ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യത്തിൽ, എന്തിനേറെ കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ മേഖലയിൽ കോഴിക്കോട് സമരം നടക്കുമ്പോൾ അങ്ങ് കോട്ടയത്ത് കൂട്ടിരിപ്പുകാരൻ്റെ തലയിൽ അങ്ങ് മുകളിൽ നിന്നും ഒട്ടിച്ചിരിക്കുന്ന പ്ലാസ്റ്റർ അടർന്നു വീണ് ശരി രോഗി മാഷേ,